ഒരിക്കൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് സ്വഹാബിമാരോടൊപ്പം ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു വരികയാണ്. യാത്ര കഴിഞ്ഞിങ്ങനെ വരുന്നു. അങ്ങനെ പരിശുദ്ധമായ ഒരു പള്ളിയുടെ പരിസരത്തുള്ള ഒരു ഖബർസ്ഥാനിലൂടെ ഒരുപാട് പേര് അവിടെ ഖബറടക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയിലൂടെയാണ്, ആ ഖബറുകളുടെ ഇടയിലൂടെയാണ് നബിതങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബറിന്റെ ചാര എത്തിയപ്പോൾ നബി അവിടെ നിന്നു. എന്നിട്ട് നബി തങ്ങൾ ഒരു ഖബറിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് ആ ഖബറാളിക്ക് വേണ്ടി എന്തൊക്കെയോ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. സ്വഹാബിമാര് ചോദിച്ചു, നബി എന്താണ് സംഭവം? ആ സമയത്ത് മുത്തായ ഹബീബ് പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത പല അബദ്ധങ്ങളുടെ പേരിൽ, പല തെറ്റുകളുടെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കപ്പെടുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ വിശുദ്ധമായ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു നോമ്പ് അനുഷ്ഠിച്ചിരുന്നെങ്കിൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഇവന്റെ ഖബറിൽ ശിക്ഷയ്ക്ക് പകരം നന്മ കൊടുക്കുമായിരുന്നു, പ്രതിഫലം കൊടുക്കുമായിരുന്നു. ഇതൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്നും റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകും. റജബ് മാസത്തിൽ അൽഹംദുലില്ലാ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. റജബ് മാസത്തിന്റെ തുടക്കം തന്നെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്റെ ഉമ്മമാരെ, വാപ്പമാരെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം. എന്താ നബി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ റജബ് മാസത്തിൽ ചെയ്യേണ്ട കാര്യം, റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും ഇൻഷാ അള്ളാഹ് നമ്മൾ പിടിക്കാം. റജബ് മാസത്തിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല, സുന്നത്താണ്. റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം എന്റെ ഉമ്മമാരെ, വാപ്പമാരെ, നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം ഖൈറാണ്, വളരെയധികം പ്രതിഫലമാണ്.